ടീച്ചർ, 5Bയിൽ പഠിക്കുന്ന ആ രോഹിത്തിന്റെ അച്ഛന് എയ്ഡ്സ് ആണ്. പ്രിൻസിപ്പളിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മിനി ടീച്ചർ വേവതയോടുകൂടി പറഞ്ഞു. പ്രിൻസിപ്പൾ അവരെ മുഖമുയർത്തി നോക്കി. ടീച്ചർ എന്തിനാണ് അതിന് ഇത്രയും പരിഭ്രമിക്കുന്നത്? എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി ഒന്നുമല്ല. അത് ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നും എങ്ങനെ പകരുന്നതെന്ന് ടീച്ചറിനെ പോലെയുള്ള ഒരാൾക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനാണ് ഇത്രയും വെപ്രാളം? അയാൾക്ക് പണ്ടൊരിക്കൽ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ബ്ലഡ് ഡൊണേഷനിലൂടെയോ മറ്റോ ആണ് ഇങ്ങനെ ഒരു അസുഖം വന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇടതടവില്ലാതെ എന്നും പനിയും ക്ഷീണവും ഒക്കെ ആയിരുന്നു. അങ്ങനെ നടത്തിയ ടെസ്റ്റുകളിലാണ് രോഹിത്തിന്റെ അച്ഛൻ അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അയാളുടെ അസുഖം മനസ്സിലാക്കിയപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭീതിയിൽ രോഹിത്തിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. ആദ്യമൊന്നും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നീട് പോകെ പോകെ ആളുകൾ ആ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത്. ആ കുടുംബത്തെ പോലും ഒറ്റപ്പെടുത്തുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് പല രീതിയിലുള്ള കൗൺസിലിങ്ങും മറ്റും കൊടുത്ത് ആ ഭാഗത്തെ കുടുംബക്കാരെ മുഴുവൻ ഉൾപ്പെടുത്തി ഒരു ബോധവൽക്കരണ ക്ലാസ് വരെ സംഘടിപ്പിക്കേണ്ട സ്ഥിതി വന്നത്. ബോധവൽക്കരണ ക്ലാസ് വളരെ പ്രയോജനകരമായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് പറയാനുണ്ടായ കാരണം എന്താണ്? അല്ല ടീച്ചർ, ഞാൻ കുറച്ച് ദിവസമായി ക്ലാസ്സിലെ മറ്റു കുട്ടികൾ രോഹിത്തിനോട് ഇടപഴകുന്നത് കാണുമ്പോൾ അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റുമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. രോഹിതിൽ നിന്നും ഭക്ഷണമൊക്കെ വാങ്ങി മറ്റു കുട്ടികൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ടീച്ചർ എന്ത് വെട്ടിതമാണ് പറയുന്നത്? ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചെന്നോ മറ്റോ പറഞ്ഞിട്ടൊന്നും ഈ അസുഖം പകരില്ലെന്ന് ടീച്ചറിന് അറിയില്ലേ? നിങ്ങളൊരു അധ്യാപികയാണ്. ഒന്നും അല്ലെങ്കിലും അതിൻ്റെ നിലവാരമെങ്കിലും കാണിക്കാൻ ശ്രമിക്കണം. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്താൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെയാണ് രോഹിത്തും. അവൻ ഒരു പ്രശ്നവുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടക്കരുത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും ചർച്ച നടക്കുകയാണെങ്കിൽ ആദ്യത്തെ ടെർമിനേഷൻ ലെറ്റർ ഞാൻ നിങ്ങൾക്കായിരിക്കും തരുന്നത്. കാരണം ഞാൻ നിങ്ങളോട് മാത്രമേ ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഇത് ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. പിന്നീട് ക്ലാസ്സിൽ പലതവണ ടീച്ചർ രോഹിത്തിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മറ്റു കുട്ടികളെ അവർ പേടിപ്പിച്ചിരുന്നത് കാരണം ആരും തന്നെ ഒന്നും പുറത്തൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം രോഹിത്തിൻ്റെ ക്ലാസ്സിലെ ശരണ്യയുടെ പേരൻസ് പ്രിൻസിപ്പലിനെ കാണാൻ വന്നു. പ്രിൻസിപ്പലിൻ്റെ റൂമിന് മുന്നിൽ കാത്തു നിൽക്കുന്നവരെ അവർ അകത്തേക്ക് വിളിപ്പിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ശരണ്യയും പ്രിൻസിപ്പൽ റൂമിലേക്ക് കയറി വന്നു. എന്താണ് കാര്യമെന്ന് പ്രിൻസിപ്പൽ തിരക്കുമ്പോൾ എല്ലാവരും അവരെ നോക്കി. ടീച്ചർ, ഞാൻ 5Bയിലെ രോഹിത്തിൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താണ് പ്രത്യേകിച്ച് കാര്യമെന്ന് ഞങ്ങൾ പറയാം. കുറച്ച് ദിവസമായി മോൾ ഇപ്പോഴും വന്നൊരു കുട്ടിയുടെ കാര്യം മാത്രം സംസാരിക്കുന്നു. അവനെ ടീച്ചർ വെറുതെ വഴക്ക് പറയുന്നു, താഴെ പിടിച്ചിരുത്തുന്നു, മറ്റു കുട്ടികളുമായി ഇടപഴകാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവളുടെ സ്ഥിരം പരാതി. പ്രിൻസിപ്പൽ ശരണ്യയുടെ മുഖത്തേക്ക് നോക്കി. അച്ഛനും അമ്മയും പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മോള് പറയൂ. മാം, എല്ലാ ദിവസവും മറ്റുള്ള കുട്ടികളിൽ നിന്നും മാറ്റിയാണ് രോഹിതിനെ ടീച്ചർ ഇരുത്തുന്നത്. ചില കുട്ടികളെല്ലാം അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ രോഹിതിൻ്റെ കുടുംബത്തിൽ ആർക്കോ വലിയൊരു അസുഖമുണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. പാവമാണ് രോഹിത്. അവൻ എന്നും ഇരുന്ന് കരയും. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം അവൻ നിലത്ത് ഒറ്റയ്ക്കാണ്. ഞങ്ങളൊപ്പം ഇരുന്നാൽ ടീച്ചർ വഴക്കു പറയും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പലിൻ്റെ മുഖം ക്രോധം കൊണ്ട് വലിഞ്ഞു മുറുകി. എയ്ഡ്സ് എന്ന് പറയുന്നത് പകരുന്നൊരു രോഗമല്ലെന്നൊരു ടീച്ചറിനോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ കുഞ്ഞിനെ മാത്രം മാറ്റിയിരുത്തുമ്പോൾ അതിൻ്റെ മനസ്സെന്ത് മാത്രം വേദനിക്കുന്നുണ്ടാവും? പ്രിൻസിപ്പലും ശരണ്യയും പാരൻസും എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പതിവ് പോലെ ടീച്ചർ രോഹിത്തിനെ നിലത്തിരുത്തിയിരിക്കുന്നു. പെട്ടെന്ന് പ്രിൻസിപ്പാളും മറ്റും കയറി വന്നപ്പോൾ ടീച്ചർ ഒന്ന് അന്തം വിട്ടു. എന്തിനാണ് ടീച്ചർ രോഹിത്തിനെ മാത്രം നിലത്തിരുത്തിയിരിക്കുന്നത്? ടീച്ചർ, അത് പിന്നെ രോഹിത് കൃത്യമായി നോട്ട് എഴുതുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവനെ നിലത്തിരുത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ വിളിച്ചതും രോഹിത് അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ് മോൻ ക്ലാസ്സിൽ കൃത്യമായി നോട്ട്സ് ഒന്നും എഴുതിക്കൊണ്ട് വരാത്തത്? അവൻ്റെ നോട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നു. അത് പ്രിൻസിപ്പലിൻ്റെ മുന്നിലേക്ക് വെച്ചു. എൻ്റെ നോട്ടെല്ലാം കൃത്യമാണ് ടീച്ചർ. പക്ഷെ എന്നെ ബെഞ്ചിലിരിക്കാൻ ടീച്ചർ സമ്മതിക്കില്ല. എപ്പോഴും നിലത്ത് ചെന്നിരിക്കാനാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ക്ലാസ്സിൽ 1-2 കുട്ടികളുടെ നോട്ട്സ് വാങ്ങി. രോഹിത്തിൻ്റെ നോട്ടുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രോഹിത്തിൻ്റെ നോട്ട് കംപ്ലീറ്റഡ് ആണ്. ഇതാണോ ടീച്ചർ രോഹിത്തിൻ്റെ നോട്ട്സ് കംപ്ലീറ്റഡ് അല്ല എന്ന് ടീച്ചർ പറയുന്നത്? നിങ്ങളെയൊക്കെ എങ്ങനെയാണ് അക്ഷരം തെറ്റാതെ ടീച്ചർ എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഒരു ടീച്ചർ സമൂഹത്തിന് മാതൃകയാകാനുള്ളതാണ്. ഒരു കൊച്ചു കുഞ്ഞിനോട് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ടീച്ചർ? നിങ്ങളോട് പറഞ്ഞതാണ് ഈ കുട്ടിയുടെ സിറ്റുവേഷനെ പറ്റിയൊക്കെ. എന്നിട്ടും അടുത്ത ദിവസം അസംബ്ലിയിൽ എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ചൊരു ബോധവൽക്കരണ സെമിനാർ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി. എയ്ഡ്സ് രോഗബാധിതരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയെയും വരെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി. എയ്ഡ്സ് ഒരു മാറാ രോഗമല്ല. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും രോഗമുള്ള ആളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നതും
രോഗി ഉപയോഗിച്ച സിറിഞ്ച് ഉപയോഗിക്കുന്നതും രോഗം പകരുന്നതിനുള്ള കാരണങ്ങളാണ്. അല്ലാതെ ഇവരോടൊപ്പം ഒരു റൂം ഷെയർ ചെയ്യുന്നതും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അവരുപയോഗിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും ഒന്നും തന്നെ ഈ രോഗം പകരുന്നതിനുള്ള കാരണങ്ങളല്ല. അറിവില്ലായ്മയിലൂടെയാണ് നമ്മൾ ഈ ഒരു ആൾക്കാരെ മാറ്റി നിർത്തുന്നത്. അത് അവരെ എന്തുമാത്രം വേദനപ്പെടുത്തുന്നു എന്നത് ആരും ചിന്തിക്കില്ല. ഇവിടെ രോഹിത് എന്ന കുട്ടിയോട് കാണിക്കുന്ന ഈ അവഗണന പോലും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അസുഖം ബാധിച്ചവരെക്കാൾ കഷ്ടമാണ് ഇങ്ങനെയുള്ള ചിന്തകളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ദയവായി തെറ്റായ ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരെയും ഒഴിവാക്കരുത്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ആ കുട്ടി ഒഴിവാക്കുന്ന ചിന്തയില്ല. പക്ഷെ ഒരു അധ്യാപികയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അത് വേദനാജനകമാണ്. ടീച്ചറിനെ അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത വേദന തോന്നി. ടീച്ചറിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയും അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. രോഹിത്തിന്റെ കുടുംബത്തെയും അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും അവനോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. സാമ്പത്തികമായി പിന്നിൽ നിന്ന് അവന്റെ കുടുംബത്തെ പോലും സഹായിക്കുന്നതിന് സ്കൂളിൽ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും ഇടയിൽ ഒരു ഫണ്ട് ശേഖരണം രൂപപ്പെടുത്തി. വർഷങ്ങൾക്കിപ്പുറം രോഹിത്തിനെ അവന്റെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നും സന്തോഷമാണ്. സമൂഹത്തിന്റെ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു IT കമ്പനിയുടെ ചീഫാണ്. എയ്ഡ്സ് ബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ മുൻനിരയിൽ. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം തികഞ്ഞ അഭിമാനമാണ് സ്കൂൾ പ്രിൻസിപ്പാളിന്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്